ചാനൽ. ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഞാൻ ഇന്നൊരു ഈസി ബിരിയാണി ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കുമെല്ലാം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ബിരിയാണി ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബിരിയാണിയിലാണ് ഇന്ന് ഞാൻ വീണ്ടും എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് ബിരിയാണിക്ക് 1 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോയ്ക്ക് ഞാൻ ഇവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ ചിക്കൻ പീസ് കൂടുതൽ വേണ്ടിയവർ കൂടുതൽ ചിക്കൻ എടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരാവശ്യം അനുസരിച്ച് വേണം ചിക്കൻ നമ്മൾ എത്ര പീസ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇതൊരു 6 സവാളയാണ്. 6 വലിയ സവാള അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് ചിക്കൻ്റെ ഗ്രേവിക്കുള്ളതാണ്. അപ്പം ഇത് ഒരു സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമുക്ക് വറുത്ത് ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടി. ഇത് കിസ്മിസും നട്ട്സുമാണ്. ഇത് രണ്ടും ഞാൻ ബിരിയാണിക്കകത്ത് വറുത്തിടാൻ വേണ്ടി എടുത്തിരിക്കുന്ന കിസ്മിസാണ് നട്ട്സുമാണ്. ഈ നട്ട്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അതായത് ഇത് ചിക്കൻ്റെ ഗ്രേവിക്കകത്തോട്ട് അത് ഗ്രേവി കുറുകാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് മല്ലിയില വേണം, പുതിനയില വേണം, തക്കാളി, ഒരു കപ്പ് കേട് വേണം. നല്ല പുളിയുള്ള തൈരാണ് ഏറ്റവും നല്ലത്. പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ചാണ്. നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, നെയ്യ്, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ലെമൺ യെല്ലോ കളറാണ്. ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കളർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചേർക്കണ്ട. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ബിരിയാണിയുടെ മേളിൽ വറുത്തിടാനുള്ള സവോള വറക്കുവാണ്. സവോള വറുത്ത് നല്ല ചുമന്ന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുക. പോട്ടെ സവോള ഇട്ട് വറക്കാം. സവോള നമ്മൾ വറുത്ത് കോരുക. ഇത്രയും നല്ല ഗോൾഡൻ ബ്രൗണിൽ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സവോളയാണ്. ഇനി ഇത്രയും ബ്രൗൺ കളറിൽ നമ്മൾ സവോള വറുത്ത് കോരണം. അടുത്തത് നമ്മൾ ഒരു പാൻ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. കിസ്മിസും നട്ട്സും വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് മതി. ബാക്കി നമുക്ക് ബേക്ക് ചെയ്യുമ്പം ഒഴിക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ നട്ട്സ് നമ്മൾ വറക്കാനിട്ട് വെക്കും. ഇപ്പം നമ്മുടെ നട്ട്സ് നല്ലതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇത്രയും ഒന്ന് ചുമക്കുമ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇത് കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന കിസ്മിസാണ്. ആ കിസ്മിസ് അങ്ങ് ഇട്ടാൽ മതി. ഞാൻ നെയ്ക്കകത്തോട്ടിട്ട് കിസ്മിസ് എല്ലാം ഒന്ന് ബബിൾ പോലെ നല്ലപോലെ നെയ്ക്കകത്തൊന്ന് വഴറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കോരി വെക്കാം. കിസ്മിസ് എല്ലാം നല്ലപോലെ ബബിൾ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം രണ്ടും ഒരുമിച്ച് തന്നെ മൂത്ത് വന്നു. നമ്മൾ രണ്ടായിട്ടിട്ട് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എളുപ്പം തന്നെ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഇതെല്ലാം ശരിയാക്കിയെടുക്കാം. ഒരു വലിയ ഫ്രൈങ് പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് സവാള വറുത്ത എണ്ണ തന്നെയാണ് അത് ഒഴിച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഇതൊരു 6 സവാള ഉണ്ട്. ഇത് നമ്മൾ കുടഞ്ഞിട്ട് നല്ലപോലെ വഴറ്റണം. അതിന് വേണ്ടി സവാള എണ്ണയ്ക്കകത്തോട്ടിടും. വഴറ്റുന്നതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത്ര വഴന്നാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചതച്ചതേ ഉള്ളൂ. അരഞ്ഞു പോകരുത്, ചതയ്ക്കണം. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. ചില്ലി ഇട്ടിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഇങ്ങനെ ചതഞ്ഞതാണ്.
അരഞ്ഞതല്ല, ഇഞ്ചി നമ്മൾ ഇട്ട് ചതച്ചെടുത്ത ഇഞ്ചി. ഇത് മൂന്നും കൂടെ നമ്മൾ നല്ലപോലെ വഴറ്റാൻ പോവാം. നമുക്കിപ്പോൾ ചില വീടുകളിൽ ഈ ബിരിയാണിക്ക് ഭയങ്കര ഗ്രേവി വേണ്ടിയ ആൾക്കാരുണ്ട്. ഇവിടെ പൊതുവെ അധികം ഗ്രേവി അങ്ങനെ വലുതായിട്ട് വേണമെന്നില്ല. പക്ഷെ നല്ലതായിട്ട് ഗ്രേവി ഭയങ്കര തിക്കായിട്ട് കുഴഞ്ഞിരിക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ 6 സവാളയ്ക്ക് പകരം ഒരു 8 എണ്ണമോ 9 എല്ലാം എടുത്ത് കൂടുതൽ സവാള ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇത്രയും മതി. സവാള കൂടുതൽ എടുത്തിട്ട് വഴറ്റി ചേർക്കണം. സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുക്കിങ് എളുപ്പമാവണമെങ്കിൽ ആദ്യം കുക്കിങ്ങിന് വേണ്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് നമ്മളെടുത്ത് റെഡിയാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കുക്കിങ് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുക്കിംഗ് ഒരു ഭാരമാണെന്ന് വിചാരിച്ച് നമുക്കൊരു പ്രയാസമാണെന്ന് വെച്ചാൽ അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ കുക്ക് ചെയ്ത് കഴിയുന്ന അന്നേരം തന്നെ ആ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വെക്കുവാണ്. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫ്രീ ആകും. അതാണ് അതിനകത്തെ ടിപ്പ്. വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത കാഷ്യൂ ആണ് മിക്സിയിൽ അരയ്ക്കാനായിട്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം മിക്സിയിൽ അരയ്ക്കാനായിട്ട്. നട്ട്സ് മിക്സിയിൽ അരച്ചു നല്ല ഫൈൻ പേസ്റ്റായിട്ടിരിപ്പുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1 2 3 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. കഴുകി വെച്ചിരുന്ന ചിക്കൻ ഇടുക. നമ്മൾ ഓൾറെഡി സവാളയ്ക്കകത്ത് 2 സ്പൂൺ ഉപ്പിട്ടതാണ്. പക്ഷേ ആ ഉപ്പ് പോരാ. നമുക്ക് ചിക്കനകത്തോട്ട് 2 ടീസ്പൂണൂടെ നമ്മൾ സോൾട്ട് ഇടും. ഇനി ഇത് നല്ലതായിട്ട് അടച്ചു വെച്ച് ചിക്കൻ വേവണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. നമ്മുടെ ചിക്കൻ അടച്ചു വെക്കും. നമ്മുടെ ചിക്കൻ നല്ലപോലെ ആവി വന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം അധികം ഒഴിച്ചതല്ല. അതിനകത്തോട്ട് നമ്മളൊരു വലിയ തക്കാളി എടുക്കുന്നു. ആ തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇടുക. നമ്മളെല്ലാവരും ഒരു കാര്യം നോട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതിനകത്ത് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ കുരുമുളക് പൊടി യാതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി മാത്രമാണ് പൊടികളായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത്. ബാക്കിയാണ് ഈ ഗ്രേവി ആയിട്ട് വരുന്നത്. കുറച്ച് നല്ലപോലെ മഴപ്പെടണം. നമുക്കൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചിക്കന് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വേകണം. അതായത് ചിക്കൻ നല്ലതായിട്ട് മയപ്പെട്ടാൽ നമുക്ക് ബിരിയാണി കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും. നമ്മൾ ചിക്കൻ ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്തിട്ടുണ്ട്. പുതിനയില ചേർക്കണം. അപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ കറങ്ങേണ്ടി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൂടെ ചേർക്കും. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ നമ്മൾ ചേർത്തത് ആവശ്യത്തിന് തന്നെ ഉപ്പുണ്ട്. ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വല്ലാതെ ഇളക്കല്ല. ഇളക്കിയ ഇറച്ചി എൻ്റെ ഇറച്ചി ആയതുകൊണ്ട് പൊടിഞ്ഞും പോകും. വെന്ത് ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി ഒരു 1/2 കപ്പ് കേട് കൂടെ ചേർക്കുക.
അപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് കുറുകി നല്ല റെഡിയായിട്ടിരിക്കുക. ഇനിയും ഇതൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഇലയൊക്കെ ഒന്ന് മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് വെന്ത് ചേരാൻ വേണ്ടി നമ്മൾ ചേർത്ത മല്ലിയിലയും പുതിനയിലയൊക്കെ നല്ലതായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. നമ്മൾ റൈസ് വെള്ളം തിളച്ച് അരിയിട്ട് റൈസ് വെന്ത് ഊറ്റി എടുത്തതാണ്. ഈ റൈസ് ബിരിയാണിക്ക് എടുക്കുമ്പം എപ്പോഴും നമ്മൾ അതിൻ്റെ വേവ് ഒരു പടി നമ്മൾ താത്ത് വേണം എടുക്കാൻ. ഇച്ചിരി വേവ് കുറച്ച് വേണം എടുക്കാൻ. കാരണം നമ്മളെപ്പോഴും ബേക്ക് ചെയ്യുമ്പം വീണ്ടും ഇത് ആവിയിലിരിക്കുമ്പം ഇച്ചിരി ഒന്ന് വേകും. അപ്പം നമ്മൾ നല്ല വെന്ത പോലെ അങ്ങ് എടുക്കുവാണെങ്കിൽ ബിരിയാണി കുഴഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും ബിരിയാണിയുടെ റൈസ് നമ്മൾ വെന്തെടുക്കുമ്പം വേവ് ശകലം പുറയിലോട്ട് നിൽക്കണം, മുഴുവനായിട്ട് വെന്തെടുക്കരുത്. നിങ്ങൾക്ക് ഏത് വിധത്തിലും വേണേലും ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയ ദമ്മിനകത്തും ബേക്ക് ചെയ്യാം. ഇതിൻ്റെ പകുതി കറി ഇങ്ങ് കോരിയെടുത്തിട്ട് ഈ കറിയുടെ മേളിലോട്ട് റൈസ് ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് റോസ് വാട്ടറും നെയ്യും ഒക്കെ ഒഴിച്ച് കിസ്മിസും ഒക്കെ ലെയർ ചെയ്തിട്ട് വീണ്ടും അടുത്ത ആ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മേളിലിട്ടു. അടുത്ത ലെയർ ഇട്ടിട്ട് നല്ലപോലെ അടച്ച് ചെറു തീയിലൊന്ന് ആവി കൊടുത്ത് വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് അടുപ്പയിൽ ഇങ്ങനെ ദമ്മിനകത്തും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വിറകടുപ്പുള്ളവർക്ക് വിറകടുപ്പേ വെച്ച് മേളിൽ അടപ്പിൻ്റെ മേളിൽ ഇച്ചിരി തൊണ്ട് കരിയായിട്ട് കനലായിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഏത് വിധത്തിലും നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഓവനകത്താണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം ഒരു സ്റ്റീലിൻ്റെ ചരുവ് എടുത്ത് ഞാൻ ആദ്യം കുറച്ച് കറി ഗ്രേവിയോടുകൂടി നമ്മൾ ഏറ്റവും അടിയിലോട്ട് ഇടുക. റൈസ് ഇടുക. റോസ് വാട്ടറിനകത്ത് യെല്ലോ കളർ ശകലം ഒഴിച്ചേക്കുന്നതാണ്. ആ റോസ് വാട്ടർ ഒഴിച്ച് ഇനി മേളിലോട്ടൊന്ന് ഒഴിക്കും. ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്യാണ്. കുറച്ച് നെയ്യും കൂടി നമ്മുടെ കിസ്മിസ് നട്ട്സ് വറുത്ത് വെച്ചത് അത് കുറച്ച് ഇതിൻ്റെ മേളിലോട്ട് ഇടയ്ക്കൊരു ലെയറിന് ഇതിൻ്റെ മേളിലോട്ട് ഞാൻ കുറച്ച് റൈസ് കൊടുത്തു. ടു 200 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.